പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയം നിറഞ്ഞ പുതുവത്സരത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുമ്പോൾ എഫാത്ത കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഓടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ചൈതന്യമുള്ള ദൈവവിശ്വാസമുള്ള ദൈവസ്നേഹമുള്ള പ്രാർത്ഥനയുള്ള നല്ല മക്കളാകുവാൻ പുതിയ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ നല്ലൊരു ജീവിതം നയിക്കുവാൻ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഒരു ദിവസം ഒരു വചനമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സ്വരുക്കൂട്ടാൻ, ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, ജീവിതത്തിൽ ആ വചനം ഒന്ന് ചേർത്ത് വെക്കുവാൻ, വിശ്വാസമുള്ള മക്കളാകുവാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനം ഇന്ന് ഈ പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ 1-ാം തീയതി ഈ 2025 ഇന്ന് നമുക്ക് ഈ വചനം ചേർത്ത് വെക്കാം. ഓരോ ദിവസവും വചനം മാംസം ധരിച്ച ഈശോയുടെ സാന്നിധ്യം, സജീവമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ, നല്ല തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ വിശ്വാസം ഈ നിമിഷം നമുക്ക് ഏറ്റുപറയാം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് കരകയറാൻ പറ്റില്ല എന്ന സങ്കടത്തില് 24 നമ്മൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും എടുത്തു മാറ്റി ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ചൈതന്യമുള്ള പുതിയ പ്രതീക്ഷകളോടുകൂടി ദൈവിക സ്നേഹത്തെ നിറഞ്ഞു ജീവിക്കുവാൻ ഈ വചനം ഇന്നേ ദിവസം നമ്മളെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കട്ടെ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് ഈശോയുടെ രക്തം കൊണ്ട് നമ്മളെല്ലാവരും കഴുകി പരിശുദ്ധാത്മാവ് നിറച്ച് അഭിഷേകവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയാകുവാൻ ഈ വചനം നമ്മെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.